അതായത് ഇന്ന് രാവിലെ തൊട്ട് ഫിസിയോതെറാപ്പിക്ക് എത്തിയ ഒരു യുവതി പീഡിക്കപ്പെട്ടു എന്നുള്ള ന്യൂസാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വെച്ചാൽ ഈ ശരത്ത് എന്നുള്ള വ്യക്തിക്കെതിരെ മുമ്പും അസോസിയേഷൻ, അതായത് കേരളത്തിലുള്ള 2 പ്രധാനപ്പെട്ട ഫിസിയോതെറാപ്പി അസോസിയേഷനും ശരത്തിനെതിരെ പരാതി കൊടുത്തതാണ്. അതായത് വ്യാജ ചികിത്സകനാണ്, ആൾക്ക് ഫിസിയോതെറാപ്പി പ്രാക്ടീസ് ചെയ്യാനുള്ള മിനിമം യോഗ്യത, അതായത് BPTയിൽ 4.5 വർഷത്തെ ബിരുദമാണ്. അപ്പോൾ അത് ബേസിക് ക്വാളിഫിക്കേഷൻ ഈ ശരത്ത് എന്നുള്ള വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ മുമ്പും ഈ പറഞ്ഞതുപോലെ പയ്യന്നൂർ DYSPക്കും അതുപോലെ പയ്യന്നൂർ ഒക്കെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇതും വെറും ഒരു താക്കീതിലേക്ക് ഒതുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ പരാതി കൊടുത്തപ്പോഴും കഴിഞ്ഞ തവണ അസോസിയേഷൻ ഈ പറഞ്ഞതുപോലെ നല്ല വ്യക്തമായ തെളിവ് സഹിതം ശരത്തിനെതിരെ പരാതി കൊടുത്തതാണ്. അപ്പോൾ അന്നേരം ഈ പറഞ്ഞതുപോലെ ശരത്തിനെതിരെ ഒരു താക്കീതിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ആളിപ്പോഴും ഫിസിയോതെറാപ്പി റെഫറൽ വരുന്ന കേസ്, ആളിപ്പം ഫിസിയോതെറാപ്പിക്ക് ആവശ്യം വരുന്ന കേസ് ആളിപ്പം ക്ലിനിക്കിൽ നോക്കാറുണ്ട്, ക്ലിനിക്കിൽ ചികിത്സ നടത്താറുണ്ട് വ്യാജമായിട്ട്. അപ്പം ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് കേരളത്തിലല്ല, കണ്ണൂരല്ല, എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ വ്യാജ ചികിത്സ ഇതുപോലെ ക്വാളിഫൈഡ് അല്ലാത്തവർ, അതായത് വെറും 2 മാസത്തെയും ഒരു വർഷത്തെ കോഴ്സൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ അസോസിയേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇടപെടാൻ പോവാണ്, ചെയ്തിട്ടുമുണ്ട് പല കാര്യങ്ങളും. അത് ശരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പയ്യന്നൂർ സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തതാണ് മുമ്പേ. ഒരു അസോസിയേഷൻ, നമ്മുടെ പ്രൊഫഷൻ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന പ്രൊഫഷനാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ മുമ്പിലേക്ക് ഒരു രോഗി ഇങ്ങനെയൊരു ഞങ്ങളെ വഞ്ചിക്കപ്പെട്ടു, കബളിക്കപ്പെട്ടു എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് തരിക. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് നിയമ സംവിധാനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ SP-യോടും ഞങ്ങൾക്ക് പരാതി കൊടുത്തു. ഇങ്ങനെയൊരു പരാതി ഞങ്ങൾക്ക് ഓൾറെഡി തന്നെ ഈ പറയുന്ന വ്യക്തിയെ കുറിച്ചുണ്ട്. ഇയാളൊരു വ്യാജമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്ഥിതി സംജാതമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ഒരു പരാതി ഉന്നയിക്കുകയാണ്. അതിന് തെളിവായിട്ട് മുംബൈ പോലീസ് സ്റ്റേഷനുകളിൽ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സയെ കുറിച്ചിട്ട് പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളതിന് തെളിവ് കൊണ്ടുവരണം, പ്രത്യേകിച്ച് രോഗി പറയണം, അതല്ലെങ്കിൽ വിഷ്വലായിട്ടുള്ള ഒരു രഹസ്യമായിട്ടുള്ള തെളിവ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഈ രോഗി ഞങ്ങളോട് ഇങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ആ രോഗിയെ സാക്ഷിയായിട്ടും മൊഴിയെടുക്കും, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് തെളിവെടുക്കും എന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പോലീസിനോട് ഇത് അഭ്യർത്ഥിക്കുക, കേസ് ഈ ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ്. പോലീസിനോട് പറഞ്ഞു. പോലീസ് അത് സാക്ഷിയായിട്ട് അയാളെ വിളിച്ചു, ആ രോഗിയെ വിളിച്ചു. രോഗി പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് അസോസിയേഷനിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്, ഫിസിയോതെറാപ്പിസ്റ്റിൽ പറഞ്ഞ സത്യമാണ്. പക്ഷേ എൻ്റെ വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടതിനാൽ ഞാൻ കേസ് കൊടുക്കാൻ, ആ രോഗി കേസ് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. പക്ഷെ ഈ ഒരു ദുരനുഭവം എനിക്കുണ്ട്, അയാൾ ഇങ്ങനെ എന്നെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണെന്ന് രോഗി പോലീസ് സ്റ്റേഷനിൽ പറയാം. ആ സമയത്ത് പോലീസ് ഞങ്ങളോട് കാണുന്നത് രോഗി നേരിട്ട് കേസ് തരാൻ തയ്യാറല്ല, ഞങ്ങൾ നിസ്സഹായരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ വാണിംഗ് കൊടുക്കാം, പക്ഷെ അയാൾ ചെയ്തിട്ടുണ്ട് തെളിഞ്ഞു, ഞങ്ങൾ വാണിംഗ് കൊടുക്കാം, ഇനിയൊരു തെളിവ് ഉണ്ടായാണ്ട് ഞങ്ങൾ ഉറപ്പായിട്ട് കൂട്ടാം. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, ഈ പത്രസമ്മേളനം വിളിച്ചിട്ടും പോലീസിനോടും പറയുന്നത്, നിങ്ങൾ അന്ന് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് അത് വാണിങ്ങിൽ ഒതുക്കാതെ നിന്നിരുന്നെങ്കിൽ ആ രോഗിയുടെ മൊഴിയെ കുറച്ചുകൂടി നല്ലൊരു തെളിവായി എടുത്തുകൊണ്ട് നിങ്ങൾ കേസ് പ്രൊസീജിയർ ചെയ്തെങ്കിൽ ഈ ഒരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ ഒരു പ്രശ്നം ഇവിടെ ഒരു മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ കണ്ണൂർ ജില്ലയിലായാലും സംസ്ഥാനങ്ങളിലുടനീളം ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പി എന്നുള്ള പേരിന് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു വ്യക്തി മാത്രമാണ് ഇപ്പൊ ശരത്തിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്ത് തെളിവുണ്ടായിട്ട് പോലും പോലീസിൽ നിഷ്ക്രിയമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആരോപണം. അതാണ്, നിഷ്ക്രിയമായിരുന്നു. എന്തുകൊണ്ടാണ്? ആ തെളിവ് വിളിച്ചാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം കേസ് എടുത്തുകൂടായിരുന്നോ? വാണിങ്ങിൽ ഒതുക്കണമായിരുന്നോ? വാണിങ്ങിൽ ഒതുക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ പിന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ശരത്ത് അതല്ല, ഈ പറയുന്ന പത്രങ്ങളിലും ചാനലുകളിലും വരുന്ന വാർത്തകൾ തെറ്റാണ്, ശരത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല, ആ സംവിധാനം അങ്ങനെയല്ല എന്ന് വീണ്ടും പറയാൻ നിർബന്ധിതമാവേണ്ടി വരുന്നത് ഈ ഒരു ഗതികേട് കൊണ്ടാണ്. ഈ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടില് ഇപ്പൊ ഏറ്റവും ആൾക്കാർക്ക് എളുപ്പത്തിൽ വളരെ ഷോർട്ട് ടേം കോഴ്സുകൾ എന്നുള്ള രീതിയിലേക്ക് പല വിധത്തിലുള്ള സർട്ടിഫൈഡ് കോഴ്സുകൾ ചെയ്യാനുള്ളതും അത് പ്രകാരം ആരോഗ്യ മേഖലയിൽ ഇടപെടാനും പറ്റുന്നൊരു സ്ഥിതിയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനൊരു കൃത്യമായ മാനദണ്ഡങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂടുപോലെ മുളച്ചു വന്ന പല വെൽനസ് സെന്ററുകളും പല ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞ ചികിത്സാ കേന്ദ്രങ്ങളും യഥാർത്ഥത്തിൽ അംഗീകൃതമായ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ നടത്തുന്നതല്ല. 1-2 ആഴ്ചത്തെയോ 1 മാസത്തെയോ കോഴ്സിനെ തുടർന്നുണ്ടാവുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ചികിത്സാ കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ട്.
ഈ ഒരു പ്രശ്നം ശരത് നമ്പ്യാർക്കും ഇത്തരത്തിലുള്ള ഒട്ടനവധി മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം സ്റ്റേഷനിൽ വെച്ച് ക്ലെയിം ചെയ്തത്. പക്ഷേ ഫിസിയോതെറാപ്പി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഇത്. അദ്ദേഹത്തിന് മറ്റൊന്നുണ്ടെന്നുള്ളത് ആരോഗ്യവകുപ്പ് നോക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർക്ക് ചികിത്സിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് ആരോഗ്യവകുപ്പും ഗവൺമെന്റും പരിശോധിക്കേണ്ട കാര്യമാണ്. ഫിസിയോതെറാപ്പി അസോസിയേഷന്റെ വലിയൊരു ശ്രദ്ധ, അദ്ദേഹത്തിന് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അദ്ദേഹം ഇത് വെച്ചിട്ട് തന്നെയാണോ ഈ പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് വ്യാജാനം നടിക്കുന്നതെന്ന് അതില്ല എന്ന് തെളിയൽ മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രധാന കൺസേൺ. അത് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഒറ്റ ചോദ്യം. പയ്യന്നൂർ പോലീസിന്, നിങ്ങൾ പോലീസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് പോലീസിന്റെ ശ്രദ്ധ കുറവുണ്ട്, അവരുടെ നിസ്സംഗത ഇതിൽ വിഷയമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പയ്യന്നൂർ പോലീസ് ഈ വിഷയത്തിൽ ശരിയായ രീതിയിലുള്ള നിങ്ങളുടെ പരാതിയിൽ, അതുപോലെ തന്നെ ഒരു രോഗിയുടെ പരാതിയിൽ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരമൊരു സംഭവത്തിലേക്ക് വലിച്ചെടുക്കപ്പെടില്ലായിരുന്നു എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഈ ഒരു വിഷയത്തിൽ പിന്നെ അത്രത്തോളം പോലീസിന്റെ ശ്രദ്ധ കൊണ്ട് അത്രത്തോളം ഇതിൽ ഇമ്പാക്ട് ഉണ്ടാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ കൊടുത്ത പരാതിയുടെ പുറത്ത്, ഞങ്ങൾ അന്ന് കൊടുത്ത പരാതിയുടെ പുറത്ത് പോലീസ് അന്ന് കാര്യമായിട്ട് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന രോഗി അന്ന് ആ പരാതി അദ്ദേഹം തന്നെ പരാതിയുമായി കേസായിട്ട് മുമ്പോട്ട് പോയിരുന്നത് മാത്രമേ ആ കേസിന് ഒരു സ്ട്രോങ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള രീതിയിലാണ് പോലീസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ എപ്പോഴും അന്ന് പോലീസിനോട് അഭ്യർത്ഥിച്ചത്, ശരത് നമ്പ്യാർ ഇതിൽ നിന്ന് ഇനി ഒരിക്കലും ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം പിന്തിരിയുന്ന വിധത്തിലേക്കുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് പോലീസ് അന്ന് എടുക്കണമായിരുന്നു. അന്നൊരു വാണിംഗിൽ ചെയ്തു. പക്ഷെ വാണിംഗിലൊക്കെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക്, അത് എന്താണ് നിയമ സംവിധാനം നമുക്കറിയില്ല, പക്ഷെ അത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പിന്നീട് ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കാതെ ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു.